വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ്. 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനങ്ങളൊന്നുമില്ലാതെയുള്ള ഒരു പ്രസംഗമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നേരത്തെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്ര മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാവിധ ഈ ജനപ്രിയ മേഖലകളെയും തൊട്ടിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ നമ്മൾ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഇന്ദിരാ ഗ്യാരണ്ടിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കുമോ കടക്കുക എന്നുള്ളത് കാര്യം. ഏറ്റവും പ്രധാനം KSRTCയിലെ സ്ത്രീകളുടെ ഒരു സൗജന്യ യാത്ര തന്നെയായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതെ, അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്ര മേഖലകൾ തൊട്ടുകൊണ്ടുള്ള സ്ത്രീകൾക്കേറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ ഗവർണർ നടത്തിയിരിക്കുന്നത്. തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന ലോക്ഭവന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സർക്കാർ വന്ദേമാതരം മുഴുവൻ വ്യൂകളിൽ ആലപിച്ചിട്ടില്ല, അല്ലെങ്കിൽ വന്ദേമാതരം മുഴുവൻ വായിച്ചില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ശ്രീജിത്ത്, എങ്ങനെയായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ ഒരു വർഷത്തെ നയപരിപാടികൾ? അമൃത, കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ UDF സർക്കാരിന് വേണ്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തിയിരിക്കുന്നത്. 1 മണിക്കൂർ 13 മിനിറ്റ് ദൈർഘ്യമുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനം കാര്യമായി ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫെഡറലിസത്തിൽ ഊന്നി കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധത്തിൽ പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. ഇതല്ലാതെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളോ കേന്ദ്രത്തെ കടന്നാക്രമിക്കുന്ന മറ്റു പരാമർശങ്ങളോ ഒന്നും ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വനിതാ ശിശുക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവാവധി നൽകുമെന്ന പ്രഖ്യാപനമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാൽവെപ്പായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, പൊതു സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി നൽകുമെന്നുള്ള പ്രഖ്യാപനവും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നേരത്തെ സർക്കാർ പൊതുമേഖലയിൽ മാത്രമാണുള്ളത്, എന്നത് സ്വകാര്യ മേഖലയിൽ കൂടി നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായി വേണം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഈ പരാമർശത്തെ കാണാൻ. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ദിരാ ഗ്യാരണ്ടി, നേരത്തെ UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കും, അത് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യം അറിയിച്ചു. എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും പാവപ്പെട്ടവരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളെ ഇതൊരു തരത്തിലും ബാധിക്കില്ല എന്ന ഉറപ്പും നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളെയും പരാമർശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.